വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ദിവികാരുണ്യ ജപമാലയാണ് തന്നത്. അതിക്ക് മുമ്പ് ജപമാല, ദിവികാരുണ്യ ജപമാല തികയാത്തോട് ജപമാല തരികയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ദൈവം നമുക്കായിട്ട് തന്നിരിക്കുന്നത് പ്രത്യേകിച്ച് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷത്തോടനുബന്ധിച്ചാണ്, രക്തസാക്ഷിത്വത്തോടനുബന്ധിച്ചാണ് നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയും അതോടൊപ്പം തന്നെ ദിവ്യകാരുണ്യ ആരാധനയും നടത്തിയത്. ആയതിനാൽ നമ്മൾ ഇരിഞ്ഞാലക്കുട ഇടവക കുടുംബം, ആത്മീയരായിട്ടുള്ള ദൈവത്തിൻ്റെ മക്കൾ ഒരു പുതിയ, നമുക്ക് സുപരിചിതമല്ലാത്ത ഒരു ജപമാല തരികയാണ്. ഈ ജപമാലയുടെ പ്രത്യേകത മാർത്തോമാ ശ്ലീഹായുടെ മാധ്യസ്ഥം തേടിയുള്ള പ്രാർത്ഥിക്കുന്ന ഒരു ജപമാലയാണ്. അപ്പം ഈ ജപമാലയിൽ ചെറിയ മണികൾ ഇതിൻ്റെ അകത്തുള്ളൂ, അധികം മണികളൊന്നുമില്ല. 9 മണികളുള്ള ജപമാലയാണ്. അത് നമ്മുടെ യുണീക്ക്, നമ്മുടെ സ്വന്തം പ്രാർത്ഥനയിൽ നിന്നും ധ്യാനത്തിൽ നിന്നും രൂപപ്പെടുത്തിയെടുത്ത ഒരു ജപമാലയാണ്. ഈ ജപമാല ഇത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സഹായിച്ചത് നമുക്ക് പരിചയമുള്ള സെയിൻ്റാണ്. സെയിൻറ്റും ഞാനും കൂടി അതിൻ്റെ ഒരു ദൈവശാസ്ത്രം ദൈവം വെളിപ്പെടുത്തി തന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക്. അതിന് ദൈവശാസ്ത്രം ഇതാണ്, ദൈവത്തിൻ്റെ വചനമാണ്. എന്തുകൊണ്ടാണ് 9 മണി? അത് നമ്മൾ അറിഞ്ഞിട്ട് വേണം ഇത് പ്രാർത്ഥിക്കാൻ. തോമാസ് ശ്ലീഹ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കാണണമെന്ന് വാശി പിടിച്ചു, കൊച്ചുകുട്ടിയെ പോലെ. ഞാൻ കഞ്ഞി കുടിക്കില്ല, അമ്മയുടെ അടുത്ത് കൊച്ചുകുട്ടി വാശി പിടിക്കും, എനിക്കത് തരാണ്ട് ഞാൻ കഞ്ഞി കുടിക്കില്ല എന്ന് ഉള്ള രീതിയിൽ ഉള്ള സ്നേഹത്തോടു കൂടിയിട്ടുള്ളൊരു വാശി തോമാസ് ശ്ലീഹ പ്രകടിപ്പിച്ചു. നിന്റെ തിരുവിലാവിൽ ഞാൻ സ്പർശിക്കാതെ ഞാൻ വിശ്വസിക്കുകയില്ല. അത് ദൈവം അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അത് സ്വീകരിച്ചു, അവൻ്റെ യാചന പ്രാർത്ഥന. എന്നിട്ട് 8 ദിവസങ്ങൾക്കു ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിൽ ആയിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 26-ാം തിരുവചനം. അപ്പോൾ 8 ദിവസങ്ങൾക്ക് ശേഷം എന്ന് പറയുമ്പോൾ 9-ാം ദിവസം, റൈറ്റ്? നമ്മൾ 9 ദിവസത്തെ നൊവേന, 9 ദിവസത്തെ പ്രാർത്ഥന. 9-ാം ദിവസം ആര് വന്നു? കർത്താവ് വന്നു. എവിടെ വന്നു? തോമാസിൻ്റെ അടുക്കൽ വന്നു. എന്നിട്ട് തോമാസ് ശ്ലീഹ എന്ത് പറഞ്ഞു? നീ എന്താണ് ഈ 9 ദിവസവും നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്? എന്നെ കാണണമെന്നല്ലേ നീ പ്രാർത്ഥിച്ചത്? നിന്റെ നിയോഗം അതല്ലെയായിരുന്നു? തോമസിനോട് പറഞ്ഞു, തോമസ്, come to me, extend your arms or finger and touch the wound on my body. എൻ്റെ ശരീരത്തിലുള്ള തിരുമുറിവിൽ നീ സ്പർശിക്കുക. 9-ാം ദിവസമാണ് തോമസ് ശ്ലീഹായ്ക്ക് ആ അനുഗ്രഹം നൽകിയത്. 9 ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. എന്ന് വെച്ചാൽ ഒരു പീരീഡ് ഓഫ് ടൈം അവൻ കാത്തിരിക്കേണ്ടി വന്നു. കാത്തിരുന്നപ്പോൾ തോമസ് ശ്ലീഹായ്ക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് അവൻ ചോദിച്ച കാര്യം കൊടുത്തു. നമ്മുടെ ഇടവക ദേവാലയത്തിൽ മാർത്തോമാ ശ്ലീഹായുടെ സാന്നിധ്യമുണ്ട്. ആ മാർത്തോമാ ശ്ലീഹായുടെ നൊവേന നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ആരംഭിച്ച നൊവേനയിലൂടെ ധാരാളം പേർക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒത്തിരി പേര് വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. എങ്കിൽ നമ്മുടേതായിട്ടുള്ള, നമ്മുടെ ഇരിഞ്ഞാലക്കുട ഇടവകയുടേതായിട്ടുള്ള ഒരു ഭക്താഭ്യാസം, ഒരു ഭക്തക്രിയ ആണ് ഇത്. അപ്പോൾ ഈ 9 മണിയുള്ള ഈ ജപമാല ചെറിയ ജപമാലയാണ്. ഇങ്ങനെ വട്ടത്തിലുള്ളതല്ല, നീളത്തിലൊരു ചരട് പോലെയുള്ളതാണ്. ഒരു വശത്ത് കാശുരൂപമുണ്ട്, തോമസ് ശ്ലീഹായുടെ മനോഹരമായിട്ടുള്ള രൂപമാണ്. താഴെ ഈശോയുടെ കുരിശുമുണ്ട്. അതിനിടയിൽ 9 മണികളുണ്ട്. ഈ 9 മണികളിൽ നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഇത് ആദ്യമായിട്ട് കൊടുക്കുന്നതാണ്. അത് ഉദ്ധിതനായ ഈശോയുടെ മുൻപിൽ വെച്ച് അനുഗ്രഹിച്ച് ഈശോയുടെ സ്പർശം
ദിവ്യകാരുണ്യത്തിൻ്റെ സ്പർശം ഇതിലേക്ക് ഞാൻ ആവാഹിപ്പിച്ച് പ്രാർത്ഥിച്ച് ജപിച്ച് നൽകുന്നതാണ്. അപ്പോൾ ചൊല്ലേണ്ടത് ഇങ്ങനെയാണ്: കുരിശിൽ കൈവച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലണം. നമ്മൾ പഠിച്ചത് വിശ്വാസ പ്രമാണം ഇത് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം, എന്നാലും പറയുന്നത് മാത്രമേ ഉള്ളൂ. അതുപോലെ ഓരോ മെഡലിൽ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ സമർപ്പിച്ച് വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. അതായത് തോമാസ് ശ്ലീഹായുടെ കാശുരൂപത്തിൽ തൊട്ട് നമ്മുടെ നിയോഗം വയ്ക്കുക, കുരിശിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചൊല്ലുക. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള 9 മണികൾ 3 കൂട്ടങ്ങളായി, ഓരോ കൂട്ടത്തിലും 3 മണികൾ വീതമുണ്ട്, വിഭജിച്ചിരിക്കുന്നു. ഓരോ കൂട്ടത്തിലും ചൊല്ലേണ്ടത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന, ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന, പിന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുക. നമ്മൾ വിക്ഷേപിക്കുക. സ്തുതി പറഞ്ഞാലും മഹത്വം ഒന്ന് തന്നെയാണ്. അത് ചൊല്ലുക. ജപിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർക്കുക, കർത്താവ് തോമാസ് ശ്ലീഹായുടെ മനസ്സിലുണ്ടായിരുന്ന വലിയ ദാഹം ദൈവത്തെ കാണാൻ, ആ ദൈവത്തെ കാണാനുള്ള ദാഹം ഇത് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. എന്ന് വെച്ച് നമ്മുടെ നിയോഗം ദൈവം നടത്തി തരും, ദൈവം എനിക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും എന്ന് വെച്ചാൽ നിയോഗം നടത്തി തരും എന്നർത്ഥം. ദൈവം പ്രത്യക്ഷപ്പെടാന്ന് വെച്ചാൽ നമ്മുടെ നിയോഗം നടത്തി തരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പം അതുകൊണ്ട് എൻ്റെ നിയോഗം ദൈവം നടത്തി തരുമെന്നുള്ള വലിയ തീവ്രമായ ആഗ്രഹത്തോടു കൂടി ഇത് ചൊല്ലണം, കാത്തിരിക്കണം. എ പീരീഡ് ഓഫ് ടൈം. തോമാസ് ശ്ലീഹായ്ക്ക് 9 ദിവസമാണ് കർത്താവ് കൊടുത്തത്, 9 ദിവസമാണ് വന്നത്. നമുക്കും അതുപോലെ തന്നെ ദൈവം ആഗ്രഹിക്കുന്നൊരു സമയമുണ്ട്. 9 നമ്മൾ മനസ്സിൽ കാണുന്നു. 9 ദിവസത്തെ നൊവേനയിൽ നമ്മൾ പങ്കെടുക്കുന്നു. 9 ദിവസവും ഈ ചെറിയ ജപമാല ചൊല്ലുന്നു, ഈ നിയോഗം ഓർക്കുന്നു, ഈശോയെ വീണ്ടും വിളിക്കുന്നു, തീവ്രമായ ആഗ്രഹത്തോടു കൂടി അപേക്ഷിക്കുന്നു. അത് നമുക്ക് ലഭിക്കും. അപ്പോൾ എല്ലാവർക്കും ഞാൻ നന്മകൾ നേരുകയാണ്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം നേരുന്നു. നമുക്കിപ്പോൾ മഴ പെയ്യുന്നുണ്ട്, നാളെ നല്ല കാലാവസ്ഥയായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം.